നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, മലപ്പുറം എന്നങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ മതേതരം ഇങ്ങനെ പൊട്ടി ഇങ്ങനെ ഒഴുകും, പിന്നെയോ മതസൗഹാർദ്ദം ഇങ്ങനെ പൊട്ടി ഇങ്ങനെ ഒഴുകും അല്ലേ? എന്നാലേ നിങ്ങൾക്ക് ഞാനൊരു സംഭവം കാണിച്ചു തരാം. ഗംഭീര സംഭവമാണ്, നിലമ്പൂരുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവമാണ്. അത് കണ്ടിട്ട് നമുക്ക് ഓടിപ്പാഞ്ഞ് ഇങ്ങോട്ട് വരാം, കാണാം. ഇങ്ങനെ ഒരാഴ്ച മുമ്പ് എന്താ സംസാരിച്ചത്? എന്താ പറഞ്ഞു? മാപ്പിളമാര് ഹിന്ദുക്കളുടെ വെള്ളം കുടിക്കില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു, ഈ കുട്ടി 12 വയസ്സുള്ള കുട്ടിയല്ലേ അല്ലേ? 12 വയസ്സുള്ള കുട്ടീനോട് നിങ്ങൾ പറയാൻ പാടുണ്ടോ? നിങ്ങളാ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? അത് മാത്രം പറഞ്ഞേ. നിങ്ങൾ അല്ല, ഒറ്റ കാര്യം, നിങ്ങളിത് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? തെറ്റല്ലേ? തെറ്റല്ലേ? അങ്ങനെ പറയാം. ഈ കുട്ടീനോട് അങ്ങനെ പറയാൻ പാടുണ്ടോ? ഒരു വെള്ളത്തിൽ മുസ്ലിം ഹിന്ദു എന്നുള്ളത് കലർത്തുമ്പോൾ നിങ്ങൾ പള്ളിയിൽ പോലെ ഇപ്പൊ അല്ലേ? നിങ്ങൾ പള്ളിയിൽ പോലെ അല്ല, നിങ്ങൾ കുട്ടീനോട് ഹിന്ദു മുസ്ലിം പറയുമ്പോൾ പറയേണ്ടത് നിങ്ങളത് ചെയ്ത് തെറ്റാണോ? ആണെങ്കിൽ ആണെന്ന് പറയാം, അല്ലെങ്കിൽ അല്ല, തെറ്റല്ല എന്ന് ഇപ്പോഴും നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ അതിന് എനിക്ക് പരിഹാരം അറിയാം. നിങ്ങൾ പള്ളിയിൽ പോലെ ഇപ്പോൾ അല്ലേ? പള്ളിയിൽ പോകല്ലേ? നാണുണ്ടോ മനുഷ്യ? ഈ കുട്ടിയോട്, 12 വയസ്സുള്ള കുട്ടിയോട് മാപ്പിളമാര് കുടിക്കില്ല ഇത് നിങ്ങൾ പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പറയില്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. ആരോട് പറഞ്ഞാൽ ഇവിടെ അല്ല, എന്ത് ഹിന്ദുക്കളുടെ വെള്ളം മുസ്ലിങ്ങൾ കുടിക്കില്ല എന്ന് പറയുന്നത് തമാശയാണോ? അത് തമാശയാണോ? നിങ്ങൾക്ക് തമാശയാണോ? നിങ്ങൾ ഇവിടെ ആരോട് പറഞ്ഞാലും ശരിയാണോ തമാശയാണോ? അല്ല, ഈ കുട്ടീന്റെ മുഖത്ത് നിങ്ങൾക്ക് എങ്ങനെ ഇത് പറയാൻ തോന്നുന്നത്? അല്ല, എങ്ങനെ പറയാൻ തോന്നുന്നത് പറയും. നിങ്ങൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ? എനിക്ക് അത് മതി, അല്ലാണ്ട് എനിക്ക് നിങ്ങളുടെ യാതൊരു പ്രചരിപ്പിക്കുന്നു തെറ്റാണ്. നിങ്ങൾ പള്ളിക്കല്ലേ പോണത്? അല്ല, ഇവിടെ ഈ മേശ വെക്കണേ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കാം? ഇവിടെ ഈ മേശ വെക്കണ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? നിങ്ങൾ ഓനോട് എന്താ പറഞ്ഞത് ഇപ്പൊ രാവിലെ? ആരോട് വെച്ചിട്ടാ വെച്ചത്? ഇതൊക്കെയാണ് ഈ കുഞ്ഞു മക്കളോട് പറയേണ്ടത്. നിങ്ങളിത് ചെയ്ത് തെറ്റാണെന്ന് സമ്മതിച്ചുകൊണ്ട് ഞാൻ വേറെ ആക്ഷനിലേക്ക് പോകണില്ല. കുട്ടികൾ ചൈൽഡ് ലൈനിൽ വിളിച്ച് പറഞ്ഞാൽ മതി. നോക്കൂ, ഇതൊക്കെ സ്പർദ്ധ ഉണ്ടാക്കുന്ന സാധനം കേട്ടോ. മുസ്ലിം ഹിന്ദു എന്നൊക്കെ പറഞ്ഞ് ഈ മക്കളെ മുഖത്ത് നോക്കി പറയാൻ നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? എന്തായാലും 50ന്റെ മേലല്ലേ? അല്ലേ? 50ന്റെ മേലല്ലേ നിങ്ങൾക്ക്? 50ന്റെ മേലല്ലേ നിങ്ങൾക്ക് എന്തായാലും വയസ്സ് അല്ലേ? നിങ്ങളെ വീട്ടിലെ മക്കൾ ഈ മുസ്ലിങ്ങളെ സാധനം മാത്രമേ കുടിക്കുകയുള്ളൂ, തിന്നുള്ളൂ. അങ്ങനെ പബ്ലിക്കിലേക്ക് ഇട്ടാൽ എന്താ അവസ്ഥ? എനിക്കിതൊരു തെളിവ് വേണമായിരുന്നു. നിങ്ങളിത് സമ്മതിച്ചല്ലോ, നിങ്ങൾ മാപ്പം പറഞ്ഞു. അത് ഇടുന്നല്ല പറഞ്ഞത്. നിങ്ങൾ ഈ കുട്ടിയോട് മാപ്പ് പറഞ്ഞുകൊണ്ട് പ്രശ്നം തീർന്നു. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഈ കുട്ടികൾ ഇപ്പോൾ ഈ കുഞ്ഞു മോൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ പറയാണ്, എടാ മോനെ, നിങ്ങൾ മുസ്ലിങ്ങളെ കയ്യിൽ നിന്ന് ഞങ്ങൾ ഹിന്ദുക്കൾ വെള്ളം കുടിക്കില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ മനസ്സിൽ വരുന്നൊരു വേദന ഉണ്ട്. നിങ്ങളെന്നല്ലേ ഇപ്പോൾ സമ്മതിച്ചു എന്ന് പറഞ്ഞത്? നിങ്ങളെന്നല്ലേ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ തുണക്കാരനോട് പറഞ്ഞാന്നുള്ളത്. തുണക്കാരനോടായാലും കുട്ടികളോടായാലും അവനോട് വെള്ളം അവര് വേണമെന്ന് ചോദിച്ചപ്പോ അങ്ങനെ ഒരു ഒരാൾ വന്നപ്പോ അതെ, അവരോട് വേണമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളെന്താ? തുണക്കാരനോടായാലും കുട്ടികളോടായാലും ആ കുട്ടി അത് കേൾക്കല്ലേ? എനിക്കിത് കേട്ടപ്പോൾ ഭയങ്കര ഷോക്കാണ്ടായത്. ഇതുപോലത്തെ ഒരാൾ നമ്മുടെ ഈ നാട്ടിലുണ്ടാവുന്നുള്ളത്. അല്ല, വീഡിയോ നോട്ടെ കാരണം നിങ്ങൾ നമ്പാൻ പറ്റില്ല. നിങ്ങൾ ഈ കുട്ടികളെ മുഖത്ത് ഇത് പറയുന്ന ആളല്ലേ? അത് മോനോടല്ലാതെ അവിടെ ഒരാളിരുന്നപ്പോ ഞങ്ങള് തമ്മിലല്ലേ പറഞ്ഞത്? കുട്ടീനോട്. അതായത് അവിടെ നിൽക്കുന്ന ഒരാളോട് നിങ്ങൾ പറയാണ് മാപ്പിളമാര് ഹിന്ദുക്കളെ വെള്ളം കുടിക്കില്ല എന്ന് പറയുന്നത്. ഈ കുട്ടി ഇവിടെ കേൾക്കും, അത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ട്. അത് ശരിയാണോ? ഏതൊരു കൂട്ടുകാരനോടാണെങ്കിലും അത് ശരിയാണോ? അല്ല, എന്തുദ്ദേശമല്ല ഞങ്ങൾ മാപ്പിളമാര് ഹിന്ദുക്കളെന്ന് വെള്ളം കുടിക്കില്ല, എന്തുദ്ദേശം അല്ല നിങ്ങൾ പറയുന്നത്? ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പൊ മൂപ്പരായാലും നിങ്ങളായാലും ഒക്കെ പള്ളിക്ക് വളരെ സ്നേഹത്തോടെ ഭഗവാന്റെ ദൈവത്തിന്റെ അടുത്ത് പോവാ. നിങ്ങൾ അല്ലാന്ന് വിളിക്കണേ, ഞാൻ ഭഗവാനെ എന്ന് വിളിക്കണേ. ഈ കുട്ടികളോടൊക്കെ പറയുമ്പോൾ കുറച്ചെങ്കിലും ഒരു അവനാൻ്റെ മക്കളുടെ മുഖം ആലോചിക്കുക, അത്രേ പറയാനുള്ളൂ. ഇത് സംഭവം എന്താണെന്ന് മനസ്സിലായോ? മറ്റൊന്നുമല്ല, നമുക്ക് കുഞ്ഞു മക്കൾ, ഈ നമ്മളൊക്കെ ചില റോഡുകളിലൂടെ പോകുമ്പോൾ കണ്ടില്ലേ, കുഞ്ഞു മക്കൾ ചെറിയൊരു മേശയൊക്കെ വെച്ചിട്ട് അതിൽ നല്ല തണ്ണിമത്തൻ്റെ വെള്ളം, അതല്ലെങ്കിൽ സംഭാരം എന്നൊക്കെ പറഞ്ഞിട്ട് തണ്ണിമത്തൻ കട്ട് ചെയ്ത് വെച്ചത്, മാങ്ങ, ഉപ്പിലിട്ട മാങ്ങ, ഇതൊക്കെ വെച്ച് വിൽക്കുന്നത് കണ്ടിട്ടില്ലേ? എന്തൊരു കൗതുകത്തോടെയാണ് നമ്മൾ ആ മക്കളേക്ക് നോക്കാറ്. അവർ ചിലപ്പോൾ 5 രൂപ അല്ലെങ്കിൽ 10 രൂപ കൂടുതൽ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് സന്തോഷത്തോടെ, സ്നേഹത്തോടെ, അവരുടെ ആ ഒരു ആക്ടിവിറ്റീസിനെ സ്നേഹത്തോടെ നോക്കിയല്ലേ നമ്മൾ കാണാറ്. നോക്കൂ, ഇത് മലപ്പുറത്ത് നടന്നൊരു സംഭവമാണ്. നമ്മുടെ അടുത്ത ഒരു കുടുംബത്തിലെ കുഞ്ഞിനാണിത് ഈ ദുർഗതി ഉണ്ടായത്. നോക്കൂ, ഇവിടെ ഞാൻ ഈ മനുഷ്യന്റെ മുഖവും ഒന്നും കാണിക്കാത്ത എന്തുകൊണ്ടെന്ന് അറിയാമോ? ആ മനുഷ്യന്റെ കുടുംബത്തിലെ പാവം പിടിച്ച ഭാര്യയും കുഞ്ഞു മക്കളും ഒക്കെ ഉണ്ട്, ബാക്കിയുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇത്തരത്തിൽ വലിയൊരു വർഗീയപരമായിട്ട് ഈ തീവ്രവാദി, ഈ വൃത്തികെട്ടവൻ ഇങ്ങനെ ചെയ്തെങ്കിലും നമ്മൾ തിരിച്ച് അതേപോലെ ചെയ്യേണ്ട. അതാ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് ഒന്നടങ്കം ഇത് വ്യാപിക്കും, ആളുകളുടെ മനസ്സിലേക്ക് ആ ഒരു വൈരം കയറും എന്നുള്ളത് കൊണ്ടാണ് ഈ ശുദ്ധ തെണ്ടിയുടെ, ഈ ചെറ്റയുടെ
മുഖം ഞാൻ കാണിക്കാത്തത്. പക്ഷെ നിങ്ങൾ അറിയുക, നോക്കൂ, ഇയാൾ ഈ കുഞ്ഞ് മോൻ ഇങ്ങനെ കച്ചവടം ചെയ്തപ്പോൾ ഇവര് എല്ലാവരോടും വെള്ളം കുടിക്കുക, ഇക്ക വെള്ളം കുടിക്കുക എന്നൊക്കെ പറയുന്ന ആ കൂട്ടത്തിൽ ഇയാളും വേറൊരാളും കൂടി വന്ന് നിൽക്കുന്ന സമയത്ത് അവർ പറയുന്നു വെള്ളം കുടിക്കല്ലേ ഓരോന്ന് എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ ചങ്ങാതി വേറെ അയാളുടെ കൂടെയുള്ളൊരു കാക്കായിയോട് പറയാണ്, അങ്ങ് നമ്മൾ ഹിന്ദുക്കളെ വെള്ളം കുടിക്കാൻ പാടില്ല, ഹിന്ദുവാണ്, അവൻ്റെ വെള്ളം കുടിക്കരുതെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കും. ഇനി ഏറ്റവും വലിയ രസം എന്തെന്നറിയാമോ, ഈ വൃത്തികെട്ടവനെ കുറിച്ചുള്ള ഈ വിവരം കിട്ടിയ സമയത്ത് ഞാൻ കൃത്യമായിട്ട് ഇവനെ കുറിച്ച് അന്വേഷിച്ചു. ഏറ്റവും വലിയ രസം, ഇവനൊരു ചെറിയ കുഞ്ഞ് എസ്റ്റേറ്റ് ഒക്കെ നോക്കി നടത്തുന്നുണ്ട്, റബ്ബർ എസ്റ്റേറ്റും പിന്നെ അതിനോട് ചേർന്ന് കുറച്ച് ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നോക്കി നടത്തുന്ന ഒരുത്തനാ. ഏറ്റവും വലിയ രസം എന്തെന്നറിയാമോ, ഇത് ഒരു കട്ട ഹിന്ദുവിൻ്റെയാണ്, അത്യാവശ്യം തീവ്രതയൊക്കെയുള്ള ഒരു ഹിന്ദുവിൻ്റെയാണ്. ഈ നാറി ഹിന്ദുക്കളുടെ വെള്ളം ഇങ്ങനെ സംഭാരും അതിൽ തണ്ണിമത്തനൊന്നും വെള്ളം കുടിക്കില്ല, ഭക്ഷണം തിന്നില്ല. പക്ഷേ ഇവൻ തിന്നാൻ, ഇവൻ്റെ കുടുംബത്തെ തീറ്റാൻ ഇവൻ ഈ എസ്റ്റേറ്റ് നോക്കിക്കൊണ്ട് അതിൻ്റെ വാച്ചറായിക്കൊണ്ട് ജോലി എടുത്തുകൊണ്ടാണ് ഈ ഹിന്ദു ആയിട്ടുള്ള ആളുടെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങിയിട്ടാണ് കുടുംബത്തെ നോക്കുന്നത്. ആലോചിച്ച് നോക്കും. അപ്പൊ എന്തേടാ കാക്കായി നിനക്ക് മുസ്ലിങ്ങൾ, ഇപ്പൊ നീയല്ലേ പറഞ്ഞത് ഹിന്ദുക്കളെ വെള്ളം കുടിക്കില്ല, മുസ്ലിങ്ങൾ മാത്രമേ കുടിക്കൂ, എന്തേ നിനക്ക് മുസ്ലിങ്ങളുടെ ഒന്ന് നോക്കാനും ശമ്പളത്തിനുള്ള ജോലിയൊന്നും കിട്ടിയില്ലേ എന്ന് ആരും ചോദിക്കല്ലേ, മതേതരം തകർന്നു പോവും. നോക്കൂ, മലപ്പുറത്ത് ഇത്തരത്തിൽ കുഞ്ഞു മക്കൾ നടത്തുന്ന റോഡ് സൈഡിൽ ഒരു മേശയിട്ട് ആ മേശയിൽ വെച്ച് വിൽക്കുന്ന വെള്ളം ആവശ്യക്കാർ വേണമെങ്കിൽ മാത്രം കുടിച്ചാൽ മതി. ആ കുട്ടികൾ വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട എന്നുള്ളത് കൊണ്ടും അവർ കച്ചവടപരമായിട്ടുള്ള ആ മാനസികാവസ്ഥ, അതല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു എക്സ്പീരിയൻസ് ആവട്ടെ എന്നുള്ള രീതിയിലല്ലേ നമ്മൾ ഇതിനെ കാണേണ്ടത്. പക്ഷെ മലപ്പുറത്ത് ഞമ്മൻ്റെ നാട്ടിൽ അങ്ങനെയല്ല, ഞമ്മൻ്റെ നാട്ടിൽ ഇങ്ങനെ കാണുക എന്ന് പറയുമ്പോൾ ഇവിടെ മതേതര കുരു ഇങ്ങനെ പൊട്ടി ഒഴുകും, മതസൗഹാർദ്ദ കുരു ഇത് കൂടിയും പൊട്ടി ഇങ്ങനെ ഒഴുകും. എന്നിട്ട് വാരിക്കോരി ഇതിൻ്റെ അടിയിൽ കമന്റ് തൂറി മെഴുകാൻ മദ്രസ വാണങ്ങൾ വരും എന്നൊന്നും ആരും ചിന്തിക്കല്ലേ. ഞമ്മൻ അങ്ങനെയൊന്നും വരില്ല, നമ്മൾ ഇതിനെ അനുകൂലിക്കില്ല, നമ്മൾ ഇതിനെ പ്രതികൂലിക്കുക ചെയ്യുക എന്ന് തെളിയിക്കുന്നവന്മാരാണോ ഇവർ എന്ന് ഇവിടെ നമുക്ക് കാണാം ഈ വീഡിയോയുടെ അടിയിൽ. എന്തായാലും ഈ വിദ്വാനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു, അതാണ് ഏറ്റവും വലിയ കോമഡി. ഇയാള് നിത്യവും വെള്ളം അടിച്ചുകൊണ്ട് റോഡ് സൈഡിൽ വരെ കിടക്കുന്ന സ്വഭാവമുള്ളവനാണ്. പക്ഷെ വെള്ളിയാഴ്ച ദിവസമായി കഴിഞ്ഞാൽ വെള്ളമുണ്ടും വൃത്തിയുള്ള കുപ്പായൊക്കെ ഇട്ടിട്ട് നേരെ പള്ളിക്ക് പോയി ഞമ്മൻ്റെ പടച്ചവനെ കാണാൻ. ആലോചിച്ച് നോക്കൂ, സാധാരണ ഇവന്മാരുടെ ഈ കമ്മ്യൂണിറ്റിയിൽ വെള്ളമടിച്ച് നടക്കുന്ന ആളുകൾക്ക് വിശ്വാസമൊന്നും ഉണ്ടായിരിക്കില്ല, പള്ളിയിലൊന്നും പോകാത്ത ആളുകളായിരിക്കും എന്നായിരുന്നു നമ്മളൊക്കെ മുൻപ് ധരിച്ചിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. എത്ര വെള്ളമടിച്ചാലും എത്ര വൃത്തികെട്ട രീതിയിൽ നടന്നു കഴിഞ്ഞാലും വെള്ളിയാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞമ്മൻ്റെ പള്ളിയിൽ പോയിട്ട് നമ്മൾ ഈ പാവ പരിഹാര കർമ്മങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കും ഞമ്മൻ്റെ പടച്ചവനോട്. ആ പോണ വഴിക്ക് ഇതുപോലെ കുട്ടികളെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടികളുടെ കച്ചവടവും പൂട്ടിക്കും. പറയൂ, മലപ്പുറത്തെ കച്ചവടം നടത്തുന്ന ഹിന്ദുക്കളെ, ക്രിസ്ത്യാനികളെ, നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ ഇതുപോലെ അനുഭവം? ഞാൻ ഒരുപാട് നാൾ ഇവിടെ ബിസിനസ് ചെയ്ത ആളാ, എനിക്ക് കൃത്യമായിട്ടും അറിയാം. മലപ്പുറത്തിന്റെ മുക്കിലും മൂലയിലും ഒരു കമ്പനിയുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി പാഞ്ഞോടി കച്ചവടം ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ, എനിക്ക് കൃത്യമായിട്ടും അറിയാം. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ടും വിറ്റതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ ന്യൂസ് മേഖലയിലേക്ക് വന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ആ സ്ഥാപനം എങ്ങനെയാണ് തകർക്കേണ്ടത് എന്ന് സുഡാപ്പികൾക്ക് കൃത്യമായിട്ടും അറിയാം. കയ്യിലൊരു ചരട് കെട്ടിക്കഴിഞ്ഞാലോ കാവി വസ്ത്രമോ അല്ലെങ്കിൽ കാവി ടീഷർട്ടോ വേണ്ട, നമ്മുടെ ദേശീയ പതാകയിലെ ആ കുങ്കുമ കളറുണ്ടല്ലോ, അതുള്ള ഒരു ടീഷർട്ടോ ഷർട്ടോ ഇട്ട് പോയി കഴിഞ്ഞാൽ പോലും അവനെ നോട്ട് ചെയ്തുകൊണ്ട് അവനെ തകർക്കുന്ന ബിസിനസ് സാമ്രാജ്യമായാലും ചെറിയ ഇതുപോലെ പെട്ടിക്കടയായാലും ചെറിയ റോഡ് സൈഡിലെ കുഞ്ഞുമക്കൾ നടത്തുന്ന ഈ പരിപാടിയാണെങ്കിലും അത് തകർക്കുക ഇവന്മാർ ഇങ്ങനെ തന്നെയാണ്. ഇത് ഇവന്റെ വായിൽ നിന്ന് പച്ചയ്ക്ക് പുറത്തോട്ട് വന്നപ്പോൾ ഈ കുഞ്ഞു മോൻ ഇത് പറഞ്ഞ സമയത്ത് ഇത് പറയണോ, പബ്ലിക്കിലേക്ക് പറയണോ വെക്കണോ എന്ന് ഒരുപാട് നാൾ ഞാൻ ആലോചിച്ചു. പിന്നെ ഞാൻ തീരുമാനിച്ചു ഇത് ജനങ്ങൾ അറിയേണ്ടതുണ്ട് ഇതിലെ വിഷയം. അല്ലാതെ ഈ വൃത്തികെട്ടവന്റെ മോന്തയോ ഈ വൃത്തികെട്ടവന്റെ നാടോ കുടുംബോ പ്രചരിപ്പിച്ചത് കൊണ്ട് ഒന്നും കിട്ടാനില്ല. പക്ഷെ ഇങ്ങനെയും നടക്കുന്നുണ്ട് ഈ മലപ്പുറത്ത്. ഒരു കുഞ്ഞു മോന്റെ മുഖത്ത് നോക്കിപ്പോലും നീ ഹിന്ദുവാണ്, അതുകൊണ്ട് നീ തരുന്ന വെള്ളം ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് കഴിക്കാൻ പാടില്ലെന്ന് പറയുന്ന, കള്ളും കുടിച്ച് റോഡ് സൈഡിന്റെ അരികിൽ കിടന്ന് വെള്ളിയാഴ്ച എണീറ്റ് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന ഇവന്മാർ ഇത് ചെയ്യുന്നുണ്ട് എന്ന് ജനങ്ങൾ അറിയേണ്ടതുണ്ട്. ഇതാണ് മലപ്പുറം. ഇന്നിപ്പോൾ നമ്മൾ കേൾക്കുകയാണ് ഈരാറ്റുപേട്ടയിലൊക്കെ പുതിയ പരിഷ്കരണമൊക്കെ വന്നു, ട്രാഫിക് നിയമം. അപ്പൊ എന്താ ഈരാറ്റുപേട്ടയിൽ ഇത്രയും നാൾ ട്രാഫിക് പരിഷ്കരണം ഒന്നും ഉണ്ടായിരുന്നില്ലേ? നോക്കൂ, ഈരാറ്റുപേട്ടയിൽ ഒരു കാർ ഓടിച്ചു പോയ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവരുടെ മുൻപിൽ ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ 2-3 ചെറിയ കുഞ്ഞു മക്കൾ ഒരു സ്കൂട്ടർ ഓടിച്ചു പോകുന്നു. എന്നിട്ട് വെള്ളിയും വെളിച്ചവും ഇല്ലാതെ നേരെ റൈറ്റിലേക്ക് എടുക്കുന്നു, ഒരു സിഗ്നലും ഇല്ലാതെ. ഇത് കണ്ട ആ കാർ സഡൻ ബ്രേക്ക് ഇട്ട് ആ കുട്ടികളെ സംരക്ഷിക്കുന്നു. സഡൻ ബ്രേക്ക് ഇട്ട സമയത്ത് പിറകിൽ വന്നിട്ട് വേറെ വണ്ടി ഇടിക്കുന്നു. അപ്പോൾ ഈ കുട്ടികൾ ഇത് ചെയ്തതിന് ആ കുട്ടികളുടെ വണ്ടി തടഞ്ഞു നിർത്തി നിയമാനുസൃത നടപടി എടുക്കാൻ വേണ്ടി ആ കുട്ടികളുടെ വണ്ടി തടഞ്ഞു നിർത്തുകയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയും ചെയ്ത ആ കാറിന്റെ ഉടമയെ ഈരാറ്റുപേട്ടക്കാർ എന്തൊക്കെയാണ് ചെയ്തതൊക്കെ എന്നൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടതാ. എന്നിട്ട് ഇപ്പോഴെന്തായി, ആ പരാതി പറഞ്ഞ ആ മനുഷ്യനെതിരെ
അയാൾക്കെതിരെയാണ് ഇന്ന് നാട് തിരിഞ്ഞിരിക്കുന്നത്, അവിടുത്തെ പോലീസ് സംവിധാനമൊക്കെ തിരിഞ്ഞിരിക്കുന്ന, അയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈരാറ്റുപേട്ടയെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ചത്രേ. നോക്കൂ, ഇന്ന് ഈരാറ്റുപേട്ടയാണെങ്കിൽ, മലപ്പുറം ആണെങ്കിൽ, പെരുമ്പാവൂരാണെങ്കിലും ഇത് തന്നെയാണ് ഇവറ്റകളുടെ മനസ്സിലുള്ള വിഷം എന്നത് ജനങ്ങൾ അറിയേണ്ടതുണ്ട്. അതിനുവേണ്ടി മാത്രമാണ് ഈ ചെറ്റയുടെ മുഖം മറച്ചിട്ടാണെങ്കിലും ഈ വിഷയം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത് ഇത്രയൊന്നല്ല, ഏകദേശം 10 മിനിറ്റിനടുത്തുള്ള ദൈർഘ്യമുള്ള വീഡിയോ ഉണ്ട്. കുറച്ച് ഭാഗം മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ, പ്രധാനപ്പെട്ട ഭാഗം മാത്രം. ഈ ചെറ്റ ഈ കുഞ്ഞുമകനോട് മാപ്പ് പറയുന്നുണ്ട്. ഈ വൃത്തികേട് പറഞ്ഞതിന്, ഈ ആഭാസത്തരം പറഞ്ഞതിന്, ഈ മുസ്ലിം തീവ്രവാദം പറഞ്ഞതിന് അത് ജനങ്ങൾ അറിയേണ്ടതുണ്ട്. മലപ്പുറത്തിന്റെ കൊണവധികാരം അറിയേണ്ടതുണ്ട്. ഹിന്ദു അനുഭവിക്കുന്നത് എന്താണ് എന്ന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഹിന്ദുവിന് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഇതാ ഹിന്ദു ഹെൽപ്പ് ലൈൻ്റെ നമ്പർ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിക്കുക. നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവതരിപ്പിക്കുക. ഹിന്ദു ഒന്നിച്ചു മുന്നേറാൻ തയ്യാറെടുക്കുക. ഒന്നിച്ചു നിന്ന് വലിയൊരു ശക്തിയായി പോരാടാൻ തയ്യാറെടുക്കുക. അല്ലെങ്കിൽ നിന്നെ ഒന്ന് രക്ഷിക്കാൻ വേറെ ആരും വരില്ല. ഭഗവാൻ കിരീടവും ചൂടിക്കൊണ്ട് നിന്നെ രക്ഷിക്കാൻ വരുമെന്ന് ധാരണയുണ്ടെങ്കിൽ തെറ്റ്. നീ തന്നെയാണ് ദൈവം, നീ തന്നെയാണ് ഒന്നിക്കേണ്ടത്. നിന്റെ കുലത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, നിന്റെ ആചാര സംരക്ഷണത്തിന് വേണ്ടി, നിന്റെ കുഞ്ഞു മക്കളുടെ വരാനിരിക്കുന്ന തലമുറയുടെ ഇവിടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി വേണമെങ്കിൽ ഒന്നിച്ചോ. ഹിന്ദു ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചോ. ആ സംഘടനയുമായി ഒന്നിച്ച് കരുത്തോടുകൂടി ഹിന്ദു സംസ്കാരം സംരക്ഷിക്കാൻ, ഹിന്ദുക്കൾക്കൊരു രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചോ എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.